ആദ്യമായി നമ്മൾ പ്രബോധനം എന്താണ് എന്ന് പറയാനാണ് ശ്രമിച്ചത്. ദൈവസഭയിൽ പലതരത്തിൽ ദൈവവചനം പല പേരുകളിൽ പല തരങ്ങളിൽ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ടീച്ചിങ് അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുമ്പോൾ ദൈവവചനത്തിലെ സത്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ പറഞ്ഞു കൊടുക്കുക. വചനത്തിലെ പരിജ്ഞാനം, അറിവ്, കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകാൻ വചനത്തിലെ സത്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതാണ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം പ്രവചനം എന്ന് പറയുമ്പോൾ ഭാവി പ്രവചനം, ഭാവി പറയുന്ന ആ ഒരു വശം മാറ്റിവെക്കുന്നു. പിന്നെ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള പ്രസംഗങ്ങൾ. മിക്കവാറും പ്രവാചകന്മാരെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, അവർ ഭാവി പറയുന്നു. അത് വിട്ടാൽ പിന്നെ അവർ പറയുന്നത് ദൈവത്തിൽ നിന്ന് ദൈവജനം എങ്ങനെ എത്രമാത്രം അകന്നു പോയിരിക്കുന്നു, അതിൻ്റെ അപകടങ്ങൾ, അങ്ങനെ ദൈവത്തെ കോപിപ്പിക്കുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ ഒക്കെ പറഞ്ഞ് പാപത്തിൽ നിന്ന് അവരെ തിരുത്താനുള്ള ശ്രമമാണ് പ്രവാചകന്മാരെ എപ്പോഴും നടത്തിയിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. അതിനോടൊപ്പം ജീവനുള്ള ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും ദൈവജനത്തെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണെന്നും അത് തീർച്ചയായിട്ടും നിറവേറുമെന്നും ഒക്കെ പറഞ്ഞ് ദൈവജനത്തെ പ്രത്യാശാപൂർണരാക്കി തീർക്കുവാനുള്ള ശുശ്രൂഷയും പ്രവചനം എന്ന രീതിയിൽ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നതാണ്. ദൈവാത്മാവിൻ്റെ പ്രത്യേക കൃപയും വരവും പ്രാപിച്ചത് ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ പുതിയ നിയമത്തിൽ. എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പ്രബോധനം എന്ന പേരിൽ അറിയപ്പെടുന്ന വേറൊരു ശുശ്രൂഷയാണ്. ഇതൊക്കെ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നല്ല, എങ്കിലും ഇങ്ങനെ മൂന്ന് വാക്കുകൾ പറയത്തക്ക വിധത്തിലുള്ള വ്യത്യാസം ഇത് മൂന്നും തമ്മിൽ ഉണ്ട്. പ്രബോധനത്തിന് പല മാനങ്ങൾ ഉള്ളതായി നമ്മൾ കാണുകയുണ്ടായി. അതിൽ ഒരു കാര്യം പ്രോത്സാഹനമാണ്. തെറ്റ് ചെയ്യുന്നവരല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, ശരിയായ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ. ഈ ലോകത്തിൽ ദൈവമക്കളെ ശരിയായ പാതയിൽ പോകുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് പ്രോത്സാഹനമൊന്നും ഈ ലോകത്തിൽ നിന്ന് കിട്ടുകയില്ല. അതുകൊണ്ട് ദൈവസഭയിൽ, ദൈവവചനത്തിൽ കൂടെ, വചനശുശ്രൂഷയിൽ കൂടെ അവർക്ക് പ്രോത്സാഹനം കിട്ടേണ്ടത് ആവശ്യമാണ്. മകനെ, മകളെ, നീ പോകുന്ന വഴി ശരിയാണ്, അതിൽ തന്നെ പോകണം, ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൽ തന്നെ പോകണം എന്ന് പറയുന്നതാണ് പ്രോത്സാഹനം. കറക്ഷനും തെറ്റുതിരുത്തൽ, അതും ഈ പ്രബോധനത്തിൽ പെടുത്താവുന്ന കാര്യമാണ്. തെറ്റിൽ പോകാൻ, അല്ലെങ്കിൽ തെറ്റിലേക്ക് തിരിയുന്ന ആളുകളെ തിരുത്തുക. അപ്പോൾ തെറ്റെന്താണ്, തെറ്റിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ തെറ്റിൽ പെടാതിരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ സഹായിക്കുക. പ്രബോധനം എപ്പോഴും ഒരു സഹായമാണ്. പാരാക്ലേസിസ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ സഹായിക്കുക. അപ്പോൾ തെറ്റ് പറ്റാൻ പോകുന്ന ആൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അയാൾക്ക് തോന്നണം, ഇദ്ദേഹം എൻ്റെ ശത്രുവല്ല, ഇദ്ദേഹം എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന ആളാണ് എന്ന് തോന്നുന്ന വിധത്തിൽ വേണം അത് ചെയ്യാൻ. അതുപോലെ ഗൈഡൻസ് ഉണ്ട്. വലത്തോട്ടാണോ ഇടത്തോട്ടാണോ പോകേണ്ടതെന്നറിയാതെ ഇരിക്കുന്ന ആളുകളുടെ അടുക്കൽ ചെന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങൾ പഠിച്ച് അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടത്ര വഴി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് പരിഗണിക്കാനുള്ള കാര്യം
ഇത് എപ്പോഴാണ് സഭകളിലൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഇവിടെ നടക്കുന്ന സഭകൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. ഞായറാഴ്ചയുള്ള സഭായോഗത്തിൻ്റെ മധ്യത്തിൽ ചിലപ്പോൾ ഇൻ്റർവെല്ലിന് മുമ്പും ചിലപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷവും അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത്. ഒരുപക്ഷെ ചുരുക്കം ചില സഭകളിൽ പ്രബോധനം എന്ന് പറഞ്ഞൊരു സമയമില്ലായിരിക്കാം. എന്നാൽ പ്രബോധനം എന്നൊരു ശുശ്രൂഷ സഭായോഗങ്ങളുടെ നടത്തിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രബോധനം എന്ന് പറയുന്ന ശുശ്രൂഷ കർത്തൃദിവസം കൂടുന്ന സഭായോഗത്തിൽ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. നമുക്കതിന് മറ്റവസരങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമുക്ക് പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്, നമുക്ക് ബൈബിൾ പഠനത്തിന് തന്നെയുള്ള യോഗങ്ങൾ ഉണ്ട്, സഹോദരിമാർക്ക് മാത്രമുള്ള യോഗങ്ങളുണ്ട്, സഹോദരന്മാർക്ക് മാത്രമുള്ള യോഗങ്ങളുണ്ട്. ഇതിലൊക്കെ പ്രബോധനം പറയാൻ സഹോദരന്മാരുടെ മീറ്റിങ്ങിൽ സഹോദരിമാർക്കും അവസരം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്രബോധനം എന്ന് പറയുന്ന ശുശ്രൂഷ നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു. ഇത് അന്യോന്യം ചെയ്യുന്ന ശുശ്രൂഷയാണ്, എല്ലാവരും എന്നും ചെയ്യേണ്ട ശുശ്രൂഷയാണ്. അത് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ്, ശുശ്രൂഷയുടെ മേഖലയാണ് നമ്മുടെ മധ്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആർക്കെങ്കിലുമൊക്കെ കാണും, ഒരുപക്ഷെ എല്ലാവർക്കും കാണും. ഇത് ഇല്ലെങ്കിൽ അത് വരുമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു കൂട്ടത്തെ പ്രബോധിപ്പിക്കുന്ന ശുശ്രൂഷ നമ്മുടെ സഭകളിലുള്ള ഞായറാഴ്ചയുള്ള സഭായോഗങ്ങളിൽ തന്നെ വേണമെന്നില്ല, അതിനൊരു കുഴപ്പമില്ല. അതൊക്കെ സഭായോഗം എത്ര നീണ്ടതായിരിക്കണം, മറ്റ് യോഗങ്ങൾ നടത്താനുള്ള സൗകര്യമൊക്കെ പരിഗണിച്ച് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കോവിഡ് വന്നതിന് മുമ്പാണെങ്കിൽ ആളുകളെ കൂടുതൽ യോഗങ്ങൾക്ക് കിട്ടാൻ വിഷമമായിരുന്നു. കാരണം യോഗങ്ങളെല്ലാം ഓഫ്ലൈനാണല്ലോ. പക്ഷെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ, വിശ്വാസികൾ അങ്ങനെയുള്ള ഉപാധികൾ പഠിച്ചു ശീലിച്ചു. അതുകൊണ്ടിപ്പോൾ നമുക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റാത്തവരും മറ്റും ആരും ഉണ്ടായിരിക്കില്ല. ആരെങ്കിലും വരാൻ പറ്റില്ലെന്ന്, പതിവായി വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതായിരിക്കും. അവർക്ക് വേണമെങ്കിൽ കയറാം. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ, ഓൺലൈൻ ഓഫ്ലൈൻ അവസരങ്ങളൊക്കെ പ്രബോധനത്തിനായിട്ട് ഉപയോഗിക്കാം. പ്രബോധനം എന്ന് പറയുമ്പോൾ നീണ്ട പ്രബോധനങ്ങളും ലഘു പ്രബോധനങ്ങളും ഉണ്ടാകാം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 40-41 ആണോ അതോ 39-40 ആണോ നമ്മൾ വായിച്ചല്ലോ? 2-ന്റെ 40 എങ്ങനെയത്? മറ്റ് പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞ് പ്രബോധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ലഘു പ്രസംഗമായിരുന്നിരിക്കുമോ അതോ ദീർഘപ്രസംഗമായിരുന്നിരിക്കുമോ? കേൾക്കുമ്പോൾ അങ്ങനെയാണ്, അല്പം നീണ്ടു എന്നുള്ളൊരു സൂചനയാണ് അവിടെയുള്ളത്. അപ്പോൾ പ്രബോധനങ്ങൾ നീണ്ടതാകാം. നമ്മൾ സാധാരണ സഭായോഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ എത്ര മിനിറ്റാണ് കൊടുക്കുന്നത്? 10-15 മാക്സിമം 10-15 മിനിറ്റേ ഉള്ളൂ. അരമണിക്കൂർ പ്രബോധനത്തിന് കുഴപ്പമൊന്നുമില്ല, 1 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊതുവെ ആളുകൾക്ക് ഇഷ്ടവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലഘു പ്രസംഗങ്ങളാണ്, ലഘു സന്ദേശങ്ങളാണ്. പ്രബോധനത്തിന് നന്നായിരിക്കുക, എന്നാൽ നീണ്ട് പ്രസംഗിച്ചു എന്നുള്ളത് ഒരു തെറ്റായിട്ടൊന്നും വരികയില്ല. അടുത്തതായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ളത്, ഒരു പ്രബോധനത്തിന് എങ്ങനെ തയ്യാറാകാം. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിലേത് തരമാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊരു പ്രബോധനം കൊടുക്കാനാണോ, ഒരു വേദഭാഗത്ത് നിന്നുകൊണ്ട് പ്രബോധനം കൊടുക്കാനാണോ? അപ്പോൾ വിഷയം എടുക്കുമ്പോൾ വേദഭാഗങ്ങൾ തീർച്ചയായിട്ടും പറയും. വേദഭാഗം എടുക്കുമ്പോൾ ഒരു വിഷയവുമില്ലാത്ത വേദഭാഗമല്ല എടുക്കുന്നത്, അവിടെ വിഷയം കാണും. എങ്കിലും ഇങ്ങനെ 2 തരത്തിൽ അത് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഉദാഹരണം, വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ വിഷയമായിട്ട് എടുക്കുന്നത്?
പ്രോത്സാഹനത്തിനുള്ള വിഷയം എന്താ? സ്നേഹം. സ്നേഹിക്കാം, നമുക്ക് സ്നേഹിക്കാം, നമുക്ക് കൂടുതൽ സ്നേഹിക്കാം, സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കാം. എബ്രായർ 10:24-25 വായിക്കുമ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും, സ്നേഹിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കാം. സ്നേഹക്കുറവ് കാണുമ്പോൾ, എവിടെയില്ലാത്തത്? സ്നേഹക്കുറവ് കാണുമ്പോൾ അത് തിരുത്തേണ്ടതാണ്. അപ്പോൾ അത് പ്രബോധനമാക്കാം. സൽപ്രവൃത്തികൾ കാണാതെ വരുമ്പോൾ അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കാം. സൽപ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം. സൽപ്രവൃത്തികൾ ചെയ്യുന്നത് അതിലെന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തിരുത്താം. അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയാം. അപ്പോൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചുമ്മാ കണ്ണടച്ചൊരു വിഷയം തിരഞ്ഞെടുക്കുകയല്ല. മിക്കവാറും പ്രാർത്ഥിച്ച് സഭയിൽ പ്രയോജനമെന്ന് തോന്നുന്ന വിഷയങ്ങൾ എടുക്കണം. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഒരുപാടുള്ള സഭയാണെങ്കിൽ, നല്ല ശതമാനം ചെറുപ്പക്കാരുണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ വിഷയങ്ങളുണ്ടല്ലോ, അവർക്ക് വരുന്ന പ്രലോഭനങ്ങൾ, അവരെ കൊണ്ടുള്ള സാധ്യതകൾ. ചെറുപ്പക്കാർ മിക്കവാറും തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥിതിയിലാണ്. അവരുടെ ലൈഫ് സെറ്റിൽഡ് ആയിട്ടുണ്ടാവില്ല മുഴുവൻ. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് ഒക്കെ വിഷയം എടുത്ത് അത് ഒരുങ്ങി പ്രസംഗിക്കാം. പ്രായമുള്ള ആളുകളാണെങ്കിൽ, സഭയിലെ ഭൂരിപക്ഷം ആളുകളും പ്രായമുള്ളവരും വളരെ വിഷമിച്ച് യോഗത്തിന് വരുന്നവരും ഒക്കെ ആണെങ്കിൽ അവർക്കും എന്ത് വേണം? പ്രോത്സാഹനം വേണം, തെറ്റിദ്ധരുത്തൽ വേണം. അവർക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനുള്ള ഉപദേശം വേണം. ഉപദേശം എന്ന് പറഞ്ഞാൽ ടീച്ചിങ് അല്ല, ഉപദേശം, കൗൺസിൽ, ആലോചനകൾ ലഭിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് വിലയിരുത്തിയിട്ട് നമ്മൾ ആരെയാണോ സംബോധന ചെയ്യാൻ പോകുന്നത് അവരുടെ അവസ്ഥകളെ ഒന്ന് വിലയിരുത്തി ഒരുപാട് വിഷയങ്ങൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇലക്ഷനെ കുറിച്ചൊരു ടീച്ചിങ് ആണോ ആവശ്യം, അതൊരു പ്രബോധനമാണോ ആവശ്യം? പ്രബോധനമാണ് ആവശ്യം. ടീച്ചിങ് വേണ്ടേ? ടീച്ചിങ് വേണം. പിന്നെ ടീച്ചിങ് വേണമെന്ന് പറഞ്ഞാൽ എന്താ ടീച്ചിങ് എടുക്കുക? ജനാധിപത്യ രീതിയിലുള്ള ഭരണം നടക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ തലമുറയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? വോട്ട് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിവിധ ഭരണ സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ്, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യമാണെന്നോ അല്ലെങ്കിൽ അഭിലഷണീയമല്ലെന്നോ വിശ്വാസികൾക്ക് യോഗ്യമല്ലെന്നോ ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം. ആത്യന്തികമായി പറഞ്ഞാൽ ദൈവം നമ്മെ ഭരണകർത്താക്കളായി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വാക്യമുണ്ടോ? രാജാക്കന്മാരും പുരോഹിതന്മാരും എന്ന് പറഞ്ഞാൽ ഭരണകർത്താവല്ലേ? വലിയ രാജാവുണ്ട്, നമ്മളൊക്കെ കുട്ടി രാജാക്കന്മാരാണ്. അപ്പോൾ ഭരണകർത്താക്കന്മാര് ഭരണത്തിൽ രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കേണ്ടതാണ്. ഇന്നത് കാണുന്ന രാഷ്ട്രീയവും ദൈവത്തിൻ്റെ രാഷ്ട്രീയവും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിലും. അപ്പോൾ ടീച്ചിങ് വേണം, പക്ഷേ അതുപോലെ തന്നെ പ്രബോധനം വേണം. ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യാത്തവരുണ്ട്. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അഭിമാനിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട്. എന്തോ വലിയ കാര്യമായി പോയി എന്നുള്ള. വിശ്വാസികൾ വോട്ട് ചെയ്യണോ? ചെയ്യണ്ടേ? തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. ഞാനിപ്പോൾ വോട്ട് ചെയ്യാത്തതിന് പല കാരണങ്ങൾ പറയും. ഞാൻ വോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആര് ജയിക്കാനാ? എൻ്റെ ഓരോ വോട്ടും കൊണ്ട് ആരെങ്കിലും തോറ്റു പോകുമോ? ആർക്ക് വോട്ട് ചെയ്യാനാ? വിശ്വാസികളും ഇല്ല, നല്ല ആൾക്കാരും ഇല്ല എന്നൊക്കെയുള്ള പല ഒഴികഴിവുകൾ പറയും. ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത് വെറും മടിയായിരിക്കും. അപ്പോൾ വോട്ട് ചെയ്യുക എന്നുള്ളത് ജനാധിപത്യ സമ്പ്രദായത്തിലുള്ള പൗരൻ്റെ അവകാശം പോലെ തന്നെ ഉത്തരവാദിത്വമാണ്. വിശ്വാസികളത് ചെയ്യണം. നമ്മളൊരു വോട്ട് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ 10 വോട്ട് ചെയ്യാതിരുന്നാൽ അത് ചിലപ്പോൾ
നാം ഒട്ടും ആഗ്രഹിക്കാത്ത ആളുകൾ ജയിക്കാനുള്ള കാരണമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു എൻകറേജ്മെൻറ്റ്, വോട്ടിൻ്റെ ദിവസം വിശ്വാസികളെല്ലാവരും കഴിയുന്നതും ഒഴിവാക്കി മുടങ്ങാതെ വോട്ട് ചെയ്യണം, വേറെ എന്തുണ്ടെങ്കിലും വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് പ്രബോധനമാണ്. ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. ടീച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ ടീച്ചിങ് കൊടുക്കണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്, പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ആളുകൾ അറിഞ്ഞിരിക്കുന്നതല്ല. ഒരു മിനിമം രാഷ്ട്രീയം. ഒട്ടും രാഷ്ട്രീയം അറിയാത്തവരെങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യാൻ രാഷ്ട്രീയം അങ്ങനെ ഇവിടെ ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. എങ്കിലും ശരിയായി നമ്മുടെ മതദാനം എന്നാണ് ഹിന്ദി പറയുന്നത്. വോട്ട് ചെയ്യാന്നുള്ള വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മലയാളം അല്ലല്ലോ, വോട്ടെന്ന് പറയുന്നത് ഇംഗ്ലീഷല്ലേ. മതദാനം എന്ന് പറഞ്ഞാൽ സ്വന്തം മതം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അഭിപ്രായം, കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇതിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു തീരുമാനമെടുത്ത് അത് ദാനം ചെയ്യുകയാണ്. എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് സമ്മതിദാനം എന്ന് മലയാളത്തിൽ പറയും. സമ്മതിദാനം, ഞാൻ സമ്മതിക്കുന്നു, ഞാനതിനവിടെ സമ്മതിക്കുന്നു. അതെ. അപ്പോൾ ഞാനത് ആ വാക്ക് പറഞ്ഞത് ആ വാക്കിൻ്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ ഈ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പോയി കുത്തുകയെന്ന് മാത്രമല്ല. ഇപ്പം കുത്തലല്ലോ, ഇപ്പം ഞെക്കലല്ലേ, അതിൽ നമ്മുടെ നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ പ്രായോഗിക വിഷയങ്ങൾ ആണ് എക്സോർട്ടേഷന്, പ്രബോധനത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വിശുദ്ധിയെക്കുറിച്ച്, ഈ ലോകത്തിൽ വിശുദ്ധരായിട്ട് ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ വിശുദ്ധരായിട്ട് ജീവിക്കാൻ എന്തൊരു വിഷമമാണ്. അപ്പോൾ വിശുദ്ധരായിട്ട് ജീവിക്കുന്നവർക്ക് നല്ല പ്രോത്സാഹനം വേണം. ഈ ഓട്ടത്തിലൊക്കെ ഓട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുപാട് നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് എന്താ പറയുന്നത്? കൈയടിച്ച് അപ്പ് അപ്പ് എന്നൊക്കെ പറഞ്ഞ അല്ലേ. മത്സരത്തിന് പോകുമ്പോൾ അങ്ങനെയുള്ള ടീം ചിയർ ലീഡേഴ്സ് എന്നോ ഏതാണ്ട് പറയും. അവരങ്ങനെ തയ്യാറാക്കി കൊണ്ടുപോകും. കാരണം സ്വന്തം ആൾക്കാർ അവിടെ നിന്ന് കൈയടിക്കുകയും ഒച്ചയെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ തളർച്ച മാറും, വീര്യം കൂടും. അങ്ങനെ ജയിക്കാൻ ഒരു ചെറിയ ഒരു സെക്കൻഡിലൊക്കെ അല്ലേ ജയിക്കുന്നത്. അങ്ങനെ നമ്മുടെ സഭയിൽ ബുദ്ധിമുട്ടി വിശുദ്ധ ജീവിതം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വിഷയം എടുത്ത് നമുക്ക് പ്രബോധനം ചെയ്യാം. അപ്പോൾ ആദ്യം ടോപ്പിക്കിലാണെങ്കിൽ അവരാദ്യം നമ്മൾ വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത്. പല വിഷയങ്ങളെ കൊണ്ട് ഉള്ള നല്ല പ്രോത്സാഹനവും ഒക്കെ ഉണ്ടാകുന്ന ലഘുപ്രസംഗങ്ങൾ, ദീർഘപ്രസംഗങ്ങളൊക്കെ തയ്യാറാക്കി ചെയ്യാം. വേദഭാഗമാണെങ്കിൽ പറഞ്ഞു വരുമ്പോൾ രണ്ടുമൊക്കെ ഒരുപോലെ വരും. ഏതെങ്കിലും ഒരു വേദഭാഗം തിരഞ്ഞെടുക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു വേദഭാഗം എന്ന് പറഞ്ഞാൽ ഏത് വേദഭാഗം എടുക്കാം. എങ്കിലും ഇപ്പോൾ ദാനിയേലിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ, ആ വേദഭാഗം വായിച്ചു കഴിഞ്ഞാൽ അത് ടീച്ചിങ്ങിനാണോ നല്ലത്, പ്രബോധനത്തിനാണോ നല്ലത്? രണ്ടും ഉണ്ടാകാം. ദാവീദും ഗോലിയാത്തും. ദാനിയേലല്ല. അപ്പോൾ ടീച്ചിങ്ങിനാണോ അതോ പ്രബോധനത്തിനാണോ നല്ലത്? അതൊരു പ്രബോധനത്തിന് നല്ലതാണ്. ടീച്ചിങ്ങും നടത്താം. ദാവീദ് എന്ന് പറഞ്ഞ ആൾ ആരായിരുന്നു, എവിടെയാണ്, ഏത് തലമുറയിലാണ്, അയാളുടെ അപ്പനാരായിരുന്നു, മകനാരായിരുന്നു, ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞ ഒരു ക്യാരക്ടർ സ്റ്റഡിയൊക്കെ നടത്താം. അതൊക്കെ പഠനമാണ്. എന്നാൽ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ പറയുമ്പോൾ അതിലൊരുപാട് നമുക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും തെറ്റിദ്ധരുത്താനും അല്ലേ. ഈ ദാവീദ് പോകാൻ തുടങ്ങിയപ്പോൾ ദാവീദിനെ കളിയാക്കിയ ആളുകളൊക്കെ ഉണ്ടല്ലേ. ഈ ചെറുക്കം പോയിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു കഥ, നല്ല കഥയാണ്, സംഭവ കഥ, നല്ല കഥ. പ്രബോധനത്തിന് പറ്റിയ അങ്ങനത്തെ വേദഭാഗങ്ങൾ തിരഞ്ഞെടുക്കും. അങ്ങനെ വേദഭാഗങ്ങൾ കണ്ടുപിടിച്ച് അപ്പോൾ വായിച്ച് പോകുമ്പോൾ
അങ്ങനെയുള്ള വേദഭാഗങ്ങൾ കണ്ടുപിടിച്ച് വെച്ച് അതിൽ നിന്ന് ഈ ഒരുപക്ഷെ ഒരു സെർമൺ, ഈ ഹോർട്ടേറ്ററി സെർമൺ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രബോധനാത്മകമായ ഒരു പ്രസംഗം നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ വേദഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ പറഞ്ഞൊന്നും വരില്ല. അത് സാധാരണ പറഞ്ഞാൽ ഒരു എക്സ്പോസിറ്ററി സെർമണാണ്. പക്ഷേ എക്സ്പോസിറ്ററി സെർമണിൻ്റെ നിയമങ്ങളെല്ലാം അനുസരിച്ച് തന്നെ വേണമെന്നില്ല. ചില കാര്യങ്ങൾ വിട്ടുകളയും. കാരണം ഉദ്ദേശം പ്രബോധനമാണ്, ഉദ്ദേശം ടീച്ചിങ് അല്ല. അതുകൊണ്ട് ചില എലിമെൻറ്റ്സൊക്കെ വിട്ടുകളയും, പ്രാധാന്യം കൊടുക്കാതിരിക്കും. നമ്മൾ ഈ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം ദൈവവചനത്തിലെ സത്യങ്ങൾ ഉപയോഗിച്ച്, വാക്യങ്ങൾ ഉപയോഗിച്ച് ആളുകളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. ഈ നമ്മളൊരു ഉപദേശം പഠിപ്പിക്കുമ്പോൾ കഥകൾ ഉപയോഗിക്കാം, ഇലസ്ട്രേഷൻസൊക്കെ ഉണ്ട്. എങ്കിലും അതിനേക്കാളേറെ പ്രബോധനത്തിലാണ് നല്ല കഥകൾക്കൊക്കെ സ്ഥാനമുള്ളത്. ബൈബിളിലെ കഥകളും അല്ലാത്ത കഥകളും ഉപയുക്തമായ കഥകളുമൊക്കെ ഉപയോഗിച്ച് പ്രബോധനം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ദാനിയേലിൻ്റെയും ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ പറഞ്ഞു. പ്രബോധനത്തിന് തിരഞ്ഞെടുക്കാവുന്ന ഒരു വേദഭാഗമാണ്. പിന്നെ എന്ത് പറയാം, നല്ല ശമരിയക്കാരൻ്റെ ഉപമ, അതും പ്രബോധനത്തിന് നല്ലതാണ്. ഒരുപാടുണ്ട്. ടീച്ചിങ്ങിന് നല്ലത് പാടില്ലെന്നല്ല പറയുന്നത്. പ്രബോധനത്തിന് എന്തായിരിക്കും അവിടുത്തെ വിഷയം? നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അതിനൊരു ഉദാഹരണം, ഒരു കഥയല്ലേ പറഞ്ഞത്. അപ്പം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രബോധനങ്ങൾ അടങ്ങുന്ന വാക്യങ്ങളുണ്ട്. സൽപ്രവൃത്തികളെക്കുറിച്ചാണ്, ടോപ്പിക്കലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സൽപ്രവൃത്തികളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞ, പുതിയ നിയമത്തിൽ പറഞ്ഞ 4-5 വാക്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് പറയുക. സൽപ്രവൃത്തികൾ ചെയ്ത കഥകൾ പറയുക. സൽപ്രവൃത്തികൾ ചെയ്ത കഥ പറയുമ്പോൾ മദർ തെരേസയുടെ കഥ പറയാമോ? മദർ തെരേസയുടെ കഥയൊന്ന് പറഞ്ഞതുകൊണ്ട് മദർ തെരേസയെ നമ്മൾ അംഗീകരിച്ചു എന്നൊന്നും വരുന്നില്ല. അങ്ങനത്തെ നല്ല നല്ല കഥ. ഫാദർ ഡാമിയൻ്റെ കഥ പറയാം. അപ്പോൾ കഥ പറയണമെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് വായിച്ച് ആ കഥയാക്കരുത്. ഫാദർ ഡാമിയൻ്റെ ആത്മകഥയാവരുത്, ജീവകഥയാകരുത്. പഠിച്ച് ചില കഥകൾ പറയാൻ നമുക്ക് സാധിക്കും. അങ്ങനെ 2 തരത്തിൽ ചെയ്യാം. വേദഭാഗങ്ങൾ അതിനനുസരിച്ച് തിരഞ്ഞെടുത്ത് ചെയ്യണം. കഥകൾ കൂടുതൽ ഉപയോഗിക്കാം. ഇപ്പോൾ സംഭവ കഥകൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. യഥാർത്ഥത്തിൽ ഏത് വേദഭാഗത്തിൽ നിന്നും പ്രബോധനത്തിന് ഉതകുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് പ്രസംഗിക്കാം. ഏത് വേദഭാഗം എന്ന് പറഞ്ഞാൽ മിക്ക വേദഭാഗങ്ങളിൽ. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിച്ച് പ്രബോധനം പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എല്ലാം ദൈവം നല്ലതെന്ന് കണ്ടു, എല്ലാം നല്ലതാണ്, അവസാനം വളരെ നല്ലതെന്ന് പറഞ്ഞു. അതൊക്കെ പ്രബോധനത്തിന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ബാക്കിയെല്ലാം സൃഷ്ടി വിവരണമാണ്, ടീച്ചിങ്ങിനുള്ള ഒരു വേദഭാഗമാണത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേദഭാഗങ്ങൾ എടുക്കുമ്പോൾ ഏത് വേദഭാഗം എടുക്കാമെങ്കിലും ഒരു പ്രബോധനത്തിന് പറ്റിയ വേദഭാഗം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളത്. സദൃശവാക്യങ്ങൾ പോലുള്ള പുസ്തകത്തിൽ ഒരുപാട് പ്രബോധനങ്ങളുണ്ട്. മദ്യത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ വേശ്യാവൃത്തിയെക്കുറിച്ച്, വേശ്യാസ്ത്രീയെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. മടിയനെക്കുറിച്ചുണ്ട്. അതുപോലെ തന്നെ ഉത്സാഹി ആയ വ്യക്തികളുടെ ജീവിതശൈലിയെക്കുറിച്ചുണ്ട്. അങ്ങനെയുള്ള ബൈബിളിലെ ഒരുപാട് വേദഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പ്രബോധനങ്ങൾ നൽകാനായിട്ട്.
പുതിയ നിയമത്തിൽ നിന്നുള്ള കഥകൾ എന്ന് വെച്ചാൽ ഉപമകൾ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ശമരക്കാരൻ്റെ കഥ ഉപയോഗിക്കാം. വേറെ ഏതൊരു കഥയാണ്? നിങ്ങളാരെങ്കിലും വേറൊരു കഥ പറയാമോ? നല്ല ശമരക്കാരൻ്റെ കഥ പ്രബോധനത്തിന് നല്ലതാണ്. മുടിയനായ പുത്രൻ്റെ കഥ പറയുമ്പോൾ അതിൽ പ്രബോധനത്തിന് എന്തായിരിക്കും വിഷയം? എൻകറേജ്മെൻറ്റ്, കറക്ഷൻ, ഗൈഡൻസ്. നമ്മൾ പ്രസംഗം എന്ന് പറയുന്ന പ്രസംഗങ്ങളുടെയൊക്കെ ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ അതൊക്കെ ഒരു പ്രബോധനത്തിൻ്റെ സ്വഭാവത്തിലേക്കാണ് വരുന്നത്. ആപ്ലിക്കേഷൻ, പ്രയോഗവൽക്കരണത്തിൻ്റെ ഭാഗം വരുമ്പോൾ എന്താ പറയുന്നത്? സോ വാട്ട്, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ ഭാഗത്തേക്ക് വരുമ്പോൾ മിക്കവാറും പ്രോത്സാഹനവും ഗുണദോഷവും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഏത് വേഗപാതവും തിരഞ്ഞെടുത്ത് നമുക്ക് ചെയ്യാം. മുടിയനായ പുത്രൻ്റെ കഥയും അങ്ങനെ ഒരു പ്രബോധനത്തിനായിട്ട് ഉപയോഗിക്കാം. മുടിയനായ പുത്രനിൽ വേറൊരു പുത്രനുണ്ടല്ലോ ആ കഥയിലല്ലേ, മൂത്ത മകൻ. ജ്യേഷ്ഠപുത്രനെ ഒരു പ്രബോധന വിഷയമാക്കാമോ? എളുപ്പം അല്ലേ? ജ്യേഷ്ഠപുത്രന് എന്താണ്, ഒരു നല്ല മനുഷ്യൻ തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ് അല്ലേ? അപ്പൻ്റെ കൂടെ ജോലി ചെയ്ത് അപ്പനോട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതൊരു അങ്ങനെ ഉപദേശം കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ സഭകളിൽ കാണും. എല്ലാ സഭായോഗത്തിനും വരും. നല്ല മനുഷ്യനാണ്, യാതൊരു കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥത്തിലൊരു സന്തോഷമില്ല. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകും. ദൈവം വളരെ സ്ട്രിക്റ്റ് ആണെന്ന് വിചാരിക്കുന്നവർ കാണും. ഒരു തൃപ്തിയില്ല. പിന്നെ അവൻ്റെ പ്രശ്നം അസൂയല്ലായിരുന്നു. എല്ലാം വിട്ടുപോയ മകൻ വന്നപ്പോൾ അതുവരെ അവന് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു എന്ന് തോന്നണം. ഇത് ചെയ്തപ്പോൾ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അങ്ങനത്തെ കഥകളിൽ നിന്ന് നമുക്ക് പ്രബോധനങ്ങൾ ഉണ്ടാക്കി പ്രസംഗിക്കാൻ സാധിക്കും. പിന്നെ വേറെ കർത്താവിൻ്റെ കഥ, വിതയ്ക്കുന്നവൻ്റെ ഉപമ. ഉപമകളൊക്കെ നല്ല പ്രബോധനത്തിന് പറ്റിയ, അതിപ്പോൾ അത് ടീച്ചിങ് ആക്കിയാൽ അതിലൊക്കെ വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഗഹനമായ കാര്യങ്ങൾ വരും. ദൈവരാജ്യത്തെക്കുറിച്ചല്ലേ ഉപമകൾ. ദൈവരാജ്യം എന്താണെന്നും ഒക്കെ പല അഭിപ്രായങ്ങൾ പലർക്കുണ്ട്. അതൊക്കെ പറയണം. അത് ടീച്ചിങ് ആണെങ്കിൽ. പ്രബോധനമാണെങ്കിൽ അത്രയൊന്നും വേണ്ട. പ്രബോധനമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ള പാഠം പഠിച്ച് പറഞ്ഞാൽ. അപ്പോൾ വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ എന്താണ് അവിടെ പഠിക്കാനുള്ളത്? ഒരു പ്രബോധനമായിട്ട്, പ്രായോഗിക പ്രബോധനമായിട്ട് എന്തെല്ലാം പറയാം? നമ്മൾ ഉപദേശങ്ങളെല്ലാം ആ ഉപമയിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. എങ്കിലും ആ ഉപമ ഒരു പ്രബോധനത്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ആ ഉപമയിൽ വിതയ്ക്കുന്നവൻ ആരാണ്? മനുഷ്യപുത്രൻ അല്ലേ? മനുഷ്യപുത്രൻ വിതച്ചപ്പോഴും വഴിയരികയും വീണു, മുള്ളിനിടയിലും വീണു, പാറപ്പുറത്തും വീണു, നല്ല നിലത്തിലും വീണു. നമുക്ക് ചെയ്യാനായിട്ട് എല്ലായിടത്തും വിതയ്ക്കണം. നമ്മൾ വളരെ സൂക്ഷിച്ച് ഈ നല്ല നിലം മാത്രം നോക്കി വിതയ്ക്കേണ്ടെന്നല്ലേ നമ്മളൊക്കെ വിതച്ചേക്കുക. മനുഷ്യപുത്രൻ അങ്ങനെയാണ് ചെയ്തത്. എല്ലായിടത്തും പോകട്ടെ. അവിടെ പോയത് വേസ്റ്റായി എന്ന് ദൈവം ചിന്തിക്കുന്നില്ലായിരിക്കും. നമ്മളത് തന്നെ ചെയ്യുന്നു. ചിലർ നമ്മുടെ പ്രത്യേക സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയും, അവിടെ നിന്ന് പ്രസംഗിച്ചിട്ട്, ഓപ്പൺ എയർ പ്രസംഗിച്ചിട്ട് ആര് കേൾക്കാനാ? എന്തിനാ വെറുതെ? ട്രാക്റ്റ് കൊടുത്താൽ ആരാ വായിക്കുന്നത്? താല്പര്യം കാണിച്ചു എന്ന് പറഞ്ഞ് വീടുകളിൽ പോയി പറയുന്നവർ പിന്നെ ചെല്ലുമ്പോൾ അവിടെ ആളുണ്ടോ? വേസ്റ്റ് അല്ലേ ഇതൊക്കെ എന്ന് പറയുന്നവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഉപമ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വിത്ത് വിതയ്ക്കുന്നതിന് ഒരു പ്രോത്സാഹനമാണ്. വിത്ത് വിതയ്ക്കാം. ദൈവത്തിൻ്റെ പരിപാടിയിൽപ്പെടുന്ന കാര്യമാണ്. എല്ലായിടത്തും സകല മനുഷ്യരോടും സുവിശേഷം പറയുക എന്നല്ല, പിന്നെന്താ പറഞ്ഞത്? സകല സൃഷ്ടിയോടും, മരത്തിനോടും ഒക്കെ പറയാനൊന്നും അല്ലായിരിക്കും കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. എങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ ആയിപ്പോയാലും കുഴപ്പമില്ല.
കേൾക്കാൻ കുറച്ച് മനുഷ്യരേ ഉള്ളൂ, കുറേ മരവും വീടും ഒക്കെ ആണെങ്കിൽ അവർ കേൾക്കട്ടെ, എല്ലാവരോടും പറയാനാണ് പറഞ്ഞേക്കുന്നത്. സകല സൃഷ്ടിയോടും സകല മനുഷ്യരോടും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. എങ്കിലും ഞാൻ പറയുക, നിധിയെക്കുറിച്ചുള്ള ഒളിച്ചു വെച്ച നിധി അല്ലേ, ദൈവരാജ്യത്തെ ഒളിച്ചു വെച്ച നിധിയോട് ഉപമിച്ചിട്ടുള്ള അതൊക്കെ അതോടെ എന്താ പ്രോത്സാഹനം? ദൈവരാജ്യമല്ലേ, ദൈവരാജ്യത്തിൻ്റെ വില മനസ്സിലാക്കാഞ്ഞിട്ടാണ് നീ നിനക്കുള്ളതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഒരു ആത്മീയ ഉത്സാഹവും ഇല്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ആരെങ്കിലും ചെയ്യണവർ ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് ഈ പ്രബോധനം ആവശ്യമാണ്. മണലിന്മേൽ പണിത ഭവനം, പാറമേൽ പണിത ഭവനം, വയലിന്മേൽ പണിത ഭവനം, അതൊക്കെ കർത്താവിൻ്റെ നല്ല കഥകളാണ്, ഒക്കെ പ്രബോധനങ്ങളാണ് യഥാർത്ഥത്തിൽ. അതൊക്കെ എന്താണ്, ചില മനുഷ്യർ കർത്താവിനെ അനുസരിക്കാതെ, കർത്താവിൻ്റെ വചനത്തിന് വില കൊടുക്കാതെയുള്ള അവരുടെ ജീവിതം മഹാഭോഷത്വമാണ്, വെറും മണ്ടന്മാരാണ്. ഇനി വിശ്വാസികളായാൽ പോലും പലരുടെയും ജീവിതം ഭയങ്കര മണ്ടത്തരമാണ്. പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാതെ, സമയം കൊടുക്കേണ്ടതിന് സമയം കൊടുക്കാതെ, പണത്തിൻ്റെ പുറകെയും പ്രതാപത്തിൻ്റെ പുറകെയും സൗകര്യങ്ങളുടെ പുറകെയും ഭോഗവിലാസങ്ങളുടെ പുറകെയും, ഉറങ്ങാനുള്ള സുഖം കൊണ്ട് ബൈബിൾ വായിക്കാത്ത എത്രയോ ആളുകളുണ്ട് അല്ലേ? അവർക്കൊക്കെ വേണ്ടത് ഉപദേശമാണ്. ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ പ്രബോധനമാണ് വേണ്ടത്. അവർക്കറിയായിരിക്കും, വിശ്വാസികൾക്കൊക്കെ അറിയാം ബൈബിൾ ദൈവവചനമാണ്, അത് വായിക്കണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്ക് വായിക്കാനുള്ള ഉത്സാഹമില്ല. അപ്പോൾ ഉത്സാഹം പകർന്നു കൊടുക്കുക. അങ്ങനെ പ്രബോധനത്തിനായി 2 തരത്തിൽ ഒരുങ്ങാം. ഞാൻ ഇതിനെ പറ്റിയ ടെക്സ്റ്റുകളെല്ലാം അങ്ങനെ എഴുതി വച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് ടെക്സ്റ്റുകൾ പറഞ്ഞു, വിഷയങ്ങളും ഒക്കെ നമുക്ക്, പക്ഷേ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. വിഷയങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ചിലതൊക്കെ പറഞ്ഞു, ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. നമ്മുടെ കാലികമായ വിഷയങ്ങളാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഈ കാലത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് അബോർഷൻ, ഗർഭഛിദ്രം നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമാണ്. വിശ്വാസികളുടെ ഇടയിൽ അത്ര വലിയ പ്രശ്നമല്ലായിരിക്കും, എന്നാൽ അതറിയാത്ത, പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ, വിശ്വാസികൾ പോലും അങ്ങനെ ഗർഭഛിദ്രം നടത്തുന്നവരായിട്ടുണ്ടായി എന്ന് വരാം. എൻ്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരിക്കലൊരു സഹോദരനും സഹോദരിയും നമ്മുടെ സഭയിലുള്ള ആൾക്കാരാണ്, ഉണ്ടായിരുന്നവരാണ്, ഇപ്പോഴും ഉണ്ട്. അവർ ഒരു ഡോക്ടറെ കണ്ട് വന്നു. അപ്പോൾ അവർക്ക് എഴുതി കൊടുത്ത മരുന്ന് എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എന്നെ കണ്ടു കഴിച്ചപ്പോൾ അത് വലിയ ഹൈ ഡോസ് ഹോർമോണുകളാണ്. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ പ്രായത്തിൽ, ചൈൽഡ് ബെയറിങ് ഏജ് ഗ്രൂപ്പാണ്, ആ സ്ത്രീയുടെ പ്രായത്തിൽ ഒരു ഗർഭം ധരിക്കാതിരിക്കാനും, ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനും സഹായിക്കുന്ന ശക്തിയുള്ള മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇത് നിങ്ങളെന്താ രോഗമായിട്ടാണ് പോയതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അങ്ങനെ ഒരു വയറുവേദനയും ക്ഷീണമൊക്കെ ആയിട്ട് പോയതാണ്. ഡോക്ടർ നിങ്ങളോട് എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് ചോദിച്ചു. എല്ലാ കാര്യവും ചോദിച്ചു. കുട്ടികൾ എത്രയുണ്ട്, ഇളയ കുട്ടിയുടെ പ്രായം എന്തായി എന്നൊക്കെ ചോദിച്ചു. ഈ മരുന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോയെന്ന് ചോദിച്ചാൽ അറിയില്ല, ഡോക്ടർ എഴുതി തന്നു, ഞങ്ങൾ പോന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അപ്പനോടും അമ്മയോടും പറയാതെ പോലും ഡോക്ടർമാർ എന്ത് തീരുമാനിക്കും? ഇയാൾക്ക് 3 കുട്ടികളുണ്ട്, ചെറിയ കുട്ടിക്ക് ഇത്ര പ്രായമാണ്, ഇപ്പോൾ ഇവർക്ക് കുട്ടികളുണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിക്കും.
മരുന്ന് എഴുതി കൊടുക്കും. മരുന്ന് കഴിച്ചാൽ ഒന്നിൽ സ്ത്രീ ഗർഭിണി ആകുകയില്ല, ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത. അങ്ങനത്തെ മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുന്നവരുണ്ട്. എനിക്കത് അത്ഭുതമായിരുന്നു. ഇങ്ങനെയൊക്കെ സാധാരണ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് എഴുതി തരിക. ഇത് ചോദിക്കാതെ തന്നെ എഴുതി കൊടുത്തു. അങ്ങനത്തെ, കാരണം അവർക്കത് വളരെ ഒബ്വിയസാണ്. എന്നിപ്പോൾ ചോദിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? 3 കുട്ടികളുണ്ടല്ലോ, എല്ലാവർക്കും 1ഉം 2ഉം ഉള്ളപ്പോൾ ഇയാൾക്ക് 3 പിന്നെ എന്തിനാ? അപ്പോൾ അബോർഷൻ എന്ന് പറയുന്ന വലിയ ദോഷം നമ്മളുടെ നാട്ടിൽ നടക്കുന്നതിനെക്കുറിച്ച് ആവശ്യം പോലെ പഠിപ്പിക്കുകയും അത് എന്തുകൊണ്ട് വിശ്വാസികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയും അതിനെ എല്ലാ തരത്തിലും അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അയാളെ തിരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അബോർഷൻ നമുക്ക് അങ്ങനെ എടുക്കാവുന്ന ഒരു വിഷയമാണ്. 10 മിനിറ്റ് മതി, 10 മിനിറ്റ് ധാരാളം മതി. അബോർഷൻ എന്താണ്? അബോർഷൻ എന്തുകൊണ്ട് തെറ്റായിരിക്കുന്നു? നമ്മുടെ നാട്ടിൽ അബോർഷൻ്റെ എണ്ണം എങ്ങനെയാണ് കൂടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഒരിക്കലും ഗർഭഛിദ്രം ചെയ്യാൻ പാടില്ല, അത് കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പനയുടെ ലംഘനമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഡോക്ടർമാർ പറയും, ചിലപ്പോൾ ചെയ്തോളാൻ പറയും, ചെയ്യുന്നത് നല്ലതെന്ന് പറയും, പക്ഷെ നമുക്ക് ചെയ്യാൻ പാടില്ല. അതൊക്കെ. പിന്നെ വേറൊരു വിഷയം നമുക്ക് എടുക്കാവുന്നത്, ഇക്കാലത്ത് ഈ എന്തായാലും പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ആണും പെണ്ണുമായിരുന്നു, ബൈബിളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആണുമല്ല പെണ്ണുമല്ലാത്ത ആളുകൾ, അതിപ്പോഴൊന്നുമല്ല, എന്നും ഉണ്ട്. ഈ പറയുന്ന കാര്യം എപ്പോഴും ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും അതിനൊരു പക്ഷേ ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ആർക്ക് വേണമെങ്കിലും ആണാകാനും പെണ്ണാകാനും ഉള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ അതിന് മരുന്നായിട്ടിരിക്കുകയാണ്. ആണിന് പെണ്ണാവണമെങ്കിൽ മരുന്ന് കൊടുക്കും, മരുന്ന് കൊടുത്ത് 4 ഓപ്പറേഷൻ ചെയ്ത് പെണ്ണാക്കി കൊടുക്കും. പെണ്ണിനെ ആണാക്കണമെങ്കിൽ അതിനും മരുന്ന് കൊടുക്കും. പൂർണ്ണമായും വിജയിക്കുമെന്നില്ല, എളുപ്പമുള്ളതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല. അതിന് ഡോക്ടർമാർ, അതെ. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ആർക്കെങ്കിലും അങ്ങനെ ആൺപിള്ളേർക്ക് പെൺപിള്ളേരാവാനോ പെൺപിള്ളേർക്ക് ആൺപിള്ളേരാവാനോ ആഗ്രഹമുണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവർ നമ്മളോട് പറയില്ല, അവരുടെ കൂട്ടുകാരോട് പറയും, പിന്നെ തരം കിട്ടുമ്പോൾ ആയിക്കളയും. വിശ്വാസികളായതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം അങ്ങനെയുള്ള ഒരു ചിന്തയും വരില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പ്രാക്ടിക്കൽ, നമ്മുടെ തലമുറയിൽ കാണുന്ന ഒരു പ്രായോഗികമായ പ്രശ്നമാണ്. അതിനെ അഭിസംബോധന ചെയ്ത് അതിന് വിശ്വാസികൾക്ക് പ്രബോധനം കൊടുക്കാം. അപ്പോൾ എന്താ കൊടുക്കുന്നത്? മോളെ, നിന്നെ ദൈവം ഒരു പെണ്ണായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദിയിൽ ദൈവം അങ്ങനെ ചെയ്തത്, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവത്തിന് തെറ്റുപറ്റില്ല. അതുകൊണ്ട് നീ ഒരു പെണ്ണായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെണ്ണായിട്ടാണ് നീ ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവളെ ധൈര്യപ്പെടുത്താം. ഒരു അഭിമാനക്കുറവില്ലെന്ന് പറയാം. വടക്കേ ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഹിജടകൾ എന്നാണ് പറയുക. ഹിജടകൾ, അവരെക്കുറിച്ച് അന്ധവിശ്വാസം, ഈ ഹൈന്ദവരുടെ ഇടയിൽ അന്ധവിശ്വാസം ഒരുപാടുള്ളതുകൊണ്ട് അവരെ 2 തരത്തിൽ പറയും. അവർ ദേവിമാരാണെന്ന് പറയും. ദേവിമാരും ദേവന്മാരാണ്. അപ്പോൾ ഈ ദേവിമാരെന്ന് പറയുമ്പോൾ അവരെല്ലാവരും ബഹുമാനിക്കും. അവർ കൈകൊട്ടി ചോദിച്ചാൽ കൊടുക്കാതിരിക്കില്ല, കാരണം ദേവിമാരല്ലേ. പക്ഷെ അതേസമയം തന്നെ ദേവിമാരാണെങ്കിലും അവരെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയും. ദേവിയാണെങ്കിൽ വീട്ടിലിരിക്കുകയല്ലേ നല്ലത്. അതുകൊണ്ട് മാതാപിതാക്കന്മാർ പോലും ഇങ്ങനെയുള്ള മക്കളെ പൊക്കോട്ടെ എന്നാണ് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹിജടാകളുടെ ഒരു സംഘം അവിടെ ഉണ്ടായിരിക്കും. എവിടെ കുട്ടി ജനിച്ചാലും അവിടെ ഈ ഹിജടാകളെത്തും. ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നോക്കും.
എന്തെങ്കിലും ഒരു സംശയമുള്ള രീതിയിൽ അല്പം വികസനം കുറഞ്ഞ ലൈംഗിക അവയവങ്ങളാണോ എന്നൊക്കെ അവർ നിർബന്ധമായിട്ട് നോക്കും. ഒരു ദേവിയാണല്ലോ, അപ്പോൾ കയറ്റാതെ പറ്റില്ലല്ലോ. അങ്ങനെ നോക്കിയിട്ട് അവർ ഇതിൽ പെടുത്താവുന്ന ആളുകളാണെങ്കിൽ അവർ കൊണ്ടുപോകും. ഉടനെ കൊണ്ടുപോകില്ല, അവർ പിന്നെ വരും, കണ്ടുവച്ചിട്ട് പിന്നെ വരും. മാറ്റാവുന്ന പ്രായമാകുമ്പോൾ അവരെ മാറ്റും, അവരെ ആ കൂട്ടത്തിൽ ചേർക്കും. അത് സമൂഹത്തിൽ ഇങ്ങനെ കാലങ്ങളായി നടക്കുന്നത് കൊണ്ട് മാതാപിതാക്കന്മാരും അത് ദുഃഖമില്ല അവർക്ക്, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം പിന്നെ സോഷ്യോളജിയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കും അവരുടെ അവകാശങ്ങളുണ്ട്. അവരെ MLA ആക്കണം, MP ആക്കണം, അവരെ മേയറാക്കണം, സെക്രട്ടറി ആക്കണം, ജോലികൾക്ക് അവർക്ക് റിസർവേഷൻ കൊടുക്കണം. കളിയാക്കരുത്, കളിയാച്ച കേസാണ്. കളിയാക്കാൻ ഇപ്പോൾ ആരും കളിയാക്കാൻ പാടില്ലല്ലോ. കളിയാക്കരുത് എന്നുള്ളത് ശരിയാ, ആരും കളിയാക്കരുത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ട് നമ്മുടെ മക്കളെ പ്രബോധനം കൊടുത്ത് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് ആൺകുട്ടികൾ ആൺകുട്ടികളായിട്ടും പെൺകുട്ടികൾ പെൺകുട്ടികളായിട്ടും ഇരിക്കാനുള്ള പ്രബോധനം, പ്രോത്സാഹനം കൊടുക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.